ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ടി ബ്ലോഗ് ഫ്രം മാവേലിക്കര. മലയാളത്തിൽ ഇറങ്ങിയ ഈ അടുത്തിടെ ഇറങ്ങിയിട്ടുള്ളത് വെച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ക്രൈം ജേണറിൽ പെടാവുന്ന ഒരു ഫിലിമാണ് ധീരം. ഈ ധീരം എന്ന് പറയുന്നത് നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം OTT അവൈലബിളാണ് ഈ ചിത്രം. ഈ കളങ്കാവൽ എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ ചിത്രത്തിൻ്റെ കൂടെ ഇറങ്ങിയതുകൊണ്ടായിരിക്കും മേ ബി അത് അധികം പേരും അറിയാതെ പോയത്. ഓക്കെ, സബ്ജക്റ്റിൻ്റെ പ്രധാനം എന്തെന്ന് പറഞ്ഞാൽ ഇന്ദ്രജിത്താണ് ഈ ഫിലിമിലെ പ്രധാന നായകനായിട്ട് വരുന്നത്. പിന്നെ നിശാന്ത് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും. നമ്മുടെ ജോക്കർ എന്ന് പറഞ്ഞാൽ മലയാളം ജോക്കർ ഫിലിമിലെ പ്രതിനായകനായിട്ട് വന്നിട്ടുള്ളതാണ്. അദ്ദേഹം ആയിക്കോട്ടെ, പിന്നെ വേറെ 2-3 പേരൊക്കെ ആയിക്കോട്ടെ. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു പോലീസ് ലെവലിൽ നടക്കുന്ന ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ മൂവി. മോർ ദാൻ ദാറ്റ്, ഇതെടുത്തേക്കുന്ന ഒരു എക്സിക്യൂട്ടീവ് ചെയ്തേക്കുന്ന ഒരു പാറ്റേൺ ഉണ്ടല്ലോ, അത് വേറൊരു രീതിയാണ്. അത് നമ്മളൊന്ന് നമിച്ചേ പറ്റത്തുള്ളൂ. കാരണം എക്സിക്യൂട്ടീവ് ചെയ്ത് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഇന്ന് പല ഡയറക്ടേഴ്സും ചെയ്യാൻ മടിക്കുന്ന കാര്യം അത് അവർ ആ ഫിലിമിനകത്ത് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ധീരം എന്ന് പറയുന്ന ഈ ഫിലിമും ഇപ്പം അവൈലബിളാണ്. ഞാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ ടെലിഗ്രാമിലല്ലല്ലോ, മനോരമ മാക്സിനകത്തുണ്ട്. പിന്നെ അതുപോലെ പല OTTയിലും ഉണ്ട്. നിങ്ങൾ പറ്റുമെങ്കിൽ എന്നല്ല, ഞാൻ സജഷൻ ചെയ്യുന്നു, പോയി ഒന്ന് കാണുമോ. അപ്പോൾ ഓക്കെ, സ്മീറ്റ് ഫ്രം ടി ബ്ലോഗ്സ് സൈനിങ് ഔട്ട്.